Hi students, welcome back our economics class. Today we are discussing about a new topic, that is pilot survey, census and sample surveys, etc. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ പൈലറ്റ് സർവേ. When questionnaire is ready, it is always advisable to try out the questionnaire or schedule on a limited number of informants, which is known as pilot survey or pre-testing of the questionnaire. അതായത് നമ്മൾ ക്വസ്റ്റ്നെയർ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ആക്ച്വൽ സർവേ നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ക്വസ്റ്റ്നെയർ ഒന്ന് കുറച്ച് ആളുകൾക്കിടയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പൈലറ്റ് സർവേ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് എ ക്വസ്റ്റ്നെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ സർവേ നടക്കുന്നതിന് മുൻപ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പൈലറ്റ് സർവേ ആൾസോ ഹെൽപ്പ് ഇൻ അസസിങ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ്, പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ് ഇൻ ആക്ച്വൽ സർവേ. അപ്പം യഥാർത്ഥ സർവേ നടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് പ്രീ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയത് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണോ, അതുപോലെ തന്നെ അതിൻ്റെ വ്യക്തതയൊക്കെ എങ്ങനെയാണ്, ക്ലാരിറ്റി ഉണ്ടോ, ദെൻ എന്യൂമറേറ്റേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ റിയൽ സർവേക്ക് വേണ്ടി വരുന്ന ടൈം, കോസ്റ്റ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അവബോധം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് സർവേ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൈലറ്റ് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒറിജിനൽ സർവേ അല്ലെങ്കിൽ ആക്ച്വൽ സർവേ നടത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്നെയർ കുറച്ച് ആളുകൾക്കിടയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, അതിനെയാണ് എന്ത് പറയാം, പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ദെൻ ഇനി സർവേകൾ നമ്മൾ മെയിനായിട്ട് രണ്ട് രീതിയിലാണ് നടത്താറുള്ളത്. അത് ഫസ്റ്റ് വൺ സെൻസസ്, സെക്കൻഡ് വൺ സാമ്പിൾ സർവേ. ഓക്കെ, ദെൻ ഫസ്റ്റ് സെൻസസ്. സെൻസസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ സെൻസസ് മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. ദെൻ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിനോട്ട്സ് ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് അണ്ടർ സ്റ്റഡി. അതായത് ഇവിടെ നമ്മൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നൊക്കെ സ്റ്റാറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠനത്തിൽ വരുന്ന ഈച്ച് ആൻഡ് എവരി യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A complete enumeration of all the items in the population is known as സെൻസസ് സർവേ. ഓക്കെ, അതായത് നമ്മൾ പഠനവിധേയമാക്കുന്ന പോപ്പുലേഷനിലെ ഓരോ വ്യക്തിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് സെൻസസ് സർവേ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ദ പോപ്പുലേഷൻ സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ എവറി 10 years ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെൻസസ് സർവേ. അപ്പോൾ സെൻസസ് സർവേക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും നടത്തുന്ന ജനസംഖ്യ കണക്കെടുപ്പ് സെൻസസ് മെത്തേഡിന് ഒരു എക്സാമ്പിളാണ്. കാരണം ഇവിടെ എ ഹൗസ് ടു ഹൗസ് എൻക്വയറി ഈസ് ക്യാരിഡ് ഔട്ട് ഹിയർ കവറിംഗ് all households in India, demographic data on birth and death rate, literacy, employment, life expectancy, size and composition of population, etc. അപ്പം are collected and published. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഓരോ 10 വർഷത്തിലും എന്ത് നടക്കാറുണ്ട്, പോപ്പുലേഷൻ സെൻസസ് നടക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എന്യൂമറേറ്റേഴ്സ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു, അവിടെ ജനനം, മരണം, അതുപോലെ ലിറ്ററസി, എംപ്ലോയ്മെൻറ്റ്, ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിലെയും കയറി ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. അതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ in India, census data are published by the Registrar General of India. The last census of India was held in 2011. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നത് RGI ആണ്, അതായത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റായിട്ട് സെൻസസ് നടത്തിയത് 2011 ഇനി നടക്കാൻ പോകുന്നത് ഈ വർഷം, അതായത് 2021 കേട്ടോ. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ്, പോപ്പുലേഷൻ സെൻസസ് നടത്താറുള്ളത്. ഇനി ഈ ഒരു രീതിയുടെ മെറിറ്റ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റഡീസ് എവറി യൂണിറ്റ് ഇൻ ഡീറ്റെയിൽസ്. അപ്പോൾ സെൻസസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ എല്ലാ യൂണിറ്റിനെ കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് പഠിക്കുന്നു. ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് വിൽ ബി ഹൈലി ആക്യുറേറ്റ് ആൻഡ് മോർ റിലയബിൾ. എന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ കൂടുതൽ കൃത്യതയുള്ളതായിരിക്കും, കൂടുതൽ വിശ്വാസം ഉള്ളതായിരിക്കും. ഓക്കെ, ദെൻ ദിസ് മെത്തേഡ് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്. ഇത് സാമ്പിളിംഗ് എറേഴ്സിൽ നിന്ന് മുക്തമായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സാമ്പിളിംഗ് എറേഴ്സ് ഈ ഒരു രീതിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്ന് നെക്സ്റ്റ് പഠിക്കൂ കേട്ടോ.
ദെൻ കളക്റ്റഡ് ഡാറ്റ ആർ യൂസ്ഫുൾ ഫോർ ഫർദർ സ്റ്റഡീസ്. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ മറ്റ് പഠനങ്ങൾക്കൊക്കെ പിന്നീട് നമുക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. കാരണം സെൻസസ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെയും പഠനവിധേയമാക്കുന്നുണ്ട്. ദെൻ മാത്രമല്ല ഇത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റ് തുടർ പഠനങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഈ ഡാറ്റ വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം, മണി ആൻഡ് എനർജി. അതായത് ഇത് നമ്മൾ എല്ലാ യൂണിറ്റിലെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നടത്തുന്ന ഒരു സർവേ ആയതുകൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റ്ലിയാണ്, ചിലവ് കൂടുതലാണ്, സമയം ഒരുപാട് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ദെൻ റിക്വയേഴ്സ് എ ലാർജ് ആർമി ഓഫ് എന്യൂമറേറ്റേഴ്സ്. ഒരുപാട് എന്യൂമറേറ്റേഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പോസിബിലിറ്റീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ബിക്കോസ് ഓഫ് ദ വോളുമിനസ് ഡാറ്റ. എന്ന് വെച്ചാൽ വളരെ ബൃഹത്തായ ഡാറ്റകൾ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, സാമ്പിൾ സർവേ. എ സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ഫ്രം വിച്ച് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് സാമ്പിൾ സർവേ എന്ന് വെച്ചാൽ നമ്മൾ ചില യൂണിറ്റുകളെ മാത്രം, ഇപ്പോൾ പോപ്പുലേഷനിലെ ചില യൂണിറ്റുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് പഠനം നടത്തുന്ന രീതിയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് യൂണിറ്റുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് എന്ത് നടത്തുക, പഠനം നടത്തുക. അതാണ് സാമ്പിൾ സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം രണ്ടിനും നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ജസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റഡി ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. നമ്മൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതാണ് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത്, പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ അഗ്രികൾച്ചറൽ ലേബേഴ്സിൻ്റെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് സെൻസസ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, പോപ്പുലേഷൻ അല്ലേ എന്ന് വെച്ചാൽ ഓൾ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കർഷക തൊഴിലാളികളെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് എല്ലാവരെ കുറിച്ചും നമ്മൾ പഠിക്കും. അതേസമയം സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിലോ 5% ഓഫ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ജില്ലയിലെ കർഷക തൊഴിലാളികളിൽ 5% ആളുകളെ മാത്രം എടുത്തിട്ട് നമ്മൾ പഠനം നടത്തും. അതാണ് സാമ്പിൾ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ പോപ്പുലേഷനിലെ ചില യൂണിറ്റുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് പഠനം നടത്തുന്ന രീതിയാണ് സാമ്പിൾ സർവേ. ഇനി സെൻസസ് ആണെങ്കിലോ മുഴുവൻ ആളുകളെ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ എടുത്തിട്ട് നമ്മൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ അതാണ് സെൻസസ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ സാമ്പിൾ സർവേയുടെ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സാമ്പിൾ ക്യാൻ പ്രൊവൈഡ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ അറ്റ് എ ലോവർ കോസ്റ്റ് ആൻഡ് ഇൻ ഷോർട്ടർ ടൈം. അതായത് വളരെ കുറഞ്ഞ ചിലവേ വരുള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിലും എളുപ്പത്തിലും വിശ്വസനീയവും കൃത്യവുമായിട്ടുള്ള വിവരങ്ങൾ അത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പിൾസ് ആർ സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു പോപ്പുലേഷൻ. ഇൻഫർമേഷൻ ക്യാൻ ബി കളക്റ്റഡ് ഇൻ ഡീറ്റെയിൽ ബൈ കണ്ടക്ടിങ് എൻക്വയറീസ്. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ വലിപ്പം കുറവാണ്, സൈസ് കുറവാണല്ലേ, വളരെ കുറച്ച് ആളുകളെ മാത്രമല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വിവരങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. So, as a smaller team of enumerators is required, it is easy to train and supervise them. അതായത് നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ഡാറ്റ ശേഖരിക്കുമ്പം നമുക്ക് വളരെ കുറച്ച് എന്യൂമറേറ്റേഴ്സിനെ മാത്രം ആവശ്യം ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഉള്ളവരെ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും കഴിയുമെന്നുള്ളതാണ്. ദെൻ ഫോർത്ത് മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൺലി മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സർട്ടൻ കേസസ്. അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമാണിത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചോക്ക് ഫാക്ടറിയിൽ അതിൻ്റെ ആ ചോക്കിൻ്റെ സ്ട്രെങ്ത്ത് പരിശോധിക്കാമെന്ന് വിചാരിക്കുക. അത് സെൻസസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമുക്ക് ഓൾ ദ ചോക്ക് പീസസ് വുഡ് ബി ബ്രോക്കൺ ഫോർ ടെസ്റ്റിംഗ് അല്ലേ, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ചോക്കും നമുക്ക് പൊട്ടിച്ച് നോക്കേണ്ടി വരും. പക്ഷെ അതേസമയം സാമ്പിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചെണ്ണം മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്
മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്, അതായത് സാമ്പിളിങ്ങിൻ്റെ രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇത് മെയിനായിട്ടും രണ്ടെണ്ണം വരുന്നത്, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. റാൻഡം സാമ്പിളിംഗ് ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ്. അതായത് യാദൃശ്ചിക സാമ്പിളിങ്, ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിലിറ്റി ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ് രണ്ട് വിധത്തിലാണ്, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. ഇനി ഇതെന്താ നോക്കാം. റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ടെക്നിക് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് സെലക്റ്റഡ് ഇൻ ദ സാമ്പിൾ. The selection purely depends on chance. Personal bias of the investigator will not influence the selection. Random samples may be selected by lottery method or random number table. അപ്പോൾ അതായത് റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനും സെലക്ട് ചെയ്യപ്പെടുന്നതിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരേപോലെയുള്ള അല്ലെങ്കിൽ തുല്യ അവസരം ഉണ്ട് എന്നുള്ളതാണ് റാൻഡം സാമ്പിളിംഗ് ആയിട്ട്. എന്ന് വെച്ചാൽ റാൻഡം ആയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ അതിനകത്ത് വരുന്ന രണ്ട് മെത്തേഡാണ്, ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ ടേബിളും. അപ്പോൾ രണ്ടായി കഴിഞ്ഞാലും എന്താണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ ലോട്ടറി മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ പ്രൈസ് കിട്ടത്തുള്ളൂ, പക്ഷെ എല്ലാവർക്കും അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പോൾ റാൻഡം ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് ലോട്ടറി മെത്തേഡ്. അതുപോലെ തന്നെ റാൻഡം നമ്പർ ടേബിൾ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. ഈ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ മെത്തേഡ് ഇൻ വിച്ച് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഡു നോട്ട് ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് ഇൻ ടു ദ സാമ്പിൾ. അതായത് ഇവിടെ നമുക്ക് സാമ്പിളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ തുല്യ അവസരം നൽകാത്ത രീതിയെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആർക്കും എന്തുണ്ടായിരിക്കില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. So, the choice of the sample items depends exclusively on the discretion of the investigator. അതായത് ഇവിടെ ഈ ഒരു നോൺ റാൻഡം സാമ്പിളിംഗ് പ്രകാരം നമുക്ക് ചോയ്സ് എന്ന് പറയുന്നത് എന്യൂമറേറ്ററുടെ വിവേചന ബുദ്ധിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് എന്യൂമറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററുടെ സൗകര്യത്തിനനുസരിച്ചിട്ടായിരിക്കും എന്ത് തിരഞ്ഞെടുക്കുന്നത്, ഈ ഒരു നോൺ റാൻഡം സാമ്പിളിംഗ് പ്രകാരം സാമ്പിളിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ അല്ലെങ്കിൽ യൂണിറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ ബയാസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ പിന്നെ വരുന്നത് സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും. എന്താണ് സാമ്പിളിംഗ് എറേഴ്സ്, നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വെച്ചാൽ? സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വെച്ചാൽ the error arising due to drawing inferences about the population on the basis of a few observation is termed sampling error. അതായത് നമ്മൾ ചില നിരീക്ഷണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ സംബന്ധിച്ചിട്ടുള്ള നിഗമനങ്ങളിൽ എത്തുന്നത് മൂലം ഉണ്ടാകുന്ന പിഴവുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമ്പിളിംഗ് പിഴവുകൾ അല്ലെങ്കിൽ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ വാല്യൂ ആൻഡ് ദ ആക്ച്വൽ വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ യഥാർത്ഥ മൂല്യത്തിനും അതുപോലെ തന്നെ സാമ്പിൾ മൂല്യത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ് സാമ്പിളിംഗ് പിഴവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കൂ, സെൻസസ് മെത്തേഡ് പ്രകാരം നമ്മൾക്ക് കിട്ടുന്ന വാല്യൂവും അതുപോലെ തന്നെ സാമ്പിളിംഗ് സർവേ പ്രകാരം നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം, ഇതിനെയാണ് എന്ത് പറയുക, സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിളിംഗ് എറേഴ്സ് മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി, ലാർജ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിംഗ് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഇപ്പോൾ സെൻസസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനെ എടുത്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ. ദെൻ എന്നാൽ സാമ്പിൾ മെത്തേഡ് പ്രകാരമാണെങ്കിലോ ചില യൂണിറ്റുകളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് എന്ത് പറയുക, സാമ്പിളിംഗ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് പിഴവുകൾ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ 5 ആളുകളുടെ വരുമാനം, 5 ആളുകളുടെ ഇൻകം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ 1500, 1600, 1800, 2000, 3100 ഇങ്ങനെയാണ് 5 പേരുടെ ഇൻകം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഈ 5 പേരുടെ ഇൻകവും കൂടെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ആവറേജ് എത്ര കിട്ടി? 2000 രൂപയാണ് നമുക്ക് ആവറേജ് കിട്ടിയത്. ഈ 5 പേരെന്ന് വെച്ചാൽ അതൊരു പോപ്പുലേഷനാണ് കേട്ടോ, മീൻസ് സെൻസസ് മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. 5 ആളുകളുടെ ഇൻകം എടുത്തു, അത് ടോട്ടൽ ചെയ്തു, അതിന് നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് എത്ര കിട്ടി? 2000 എന്ന് കിട്ടി. ഇനി നോക്കൂ, ഇനി ഇതിൽ നിന്ന് നമ്മൾ സാമ്പിൾ മെത്തേഡ് പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ്? ഇതിൽ നിന്ന് 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 പേരെ സെലക്ട് ചെയ്യുമ്പോൾ 1600 ഒരാളുടെ ഇൻകം, 2000 മറ്റൊരാളുടെ ഇൻകം. അപ്പം 1600 പ്ലസ് 2000, അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 3600 കിട്ടുന്നു അല്ലേ? അതിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1800 ആണ്. അപ്പോൾ സെൻസസ് മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടിയത് 2000-ഉം അതുപോലെ തന്നെ സാമ്പിൾ സർവേ പ്രകാരം നമുക്ക് കിട്ടിയ ആൻസർ 1800 ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 2000, അതുപോലത്തെ സാമ്പിൾ വാല്യൂ എന്ന് വെച്ചാൽ 1800. ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം വന്നു? 200 അല്ലേ? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വലിയ സാമ്പിളുകൾ എടുത്താൽ മതി എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് അല്ലാത്തതിൽ വരുന്ന പിഴവുകൾ. അപ്പം നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സിനേക്കാൾ സീരിയസ് ആണ് ഏത്? നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഓക്കെ, കാരണം ദിസ് ഇസ് ബിക്കോസ് എ സാമ്പിളിംഗ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് എ ലാർജർ സാമ്പിൾ. നമുക്ക് സാമ്പിളിംഗ് എറർ ആണെങ്കിൽ വലിയ സംഖ്യകളൊക്കെ എടുത്തിട്ട് സാമ്പിൾ എടുത്തിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വെച്ചാൽ അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ, അതായത് നമ്മൾ ഡാറ്റ സ്വായത്തമാക്കുന്നതിൽ വരുന്ന പിഴവുകളാണ്. അതിപ്പം ചിലപ്പം എന്യൂമറേറ്റേഴ്സ് ഡാറ്റകൾ രേഖപ്പെടുത്തുമ്പോൾ വരുന്ന തെറ്റുകൾ അതിൽ വരും. ഇപ്പോൾ നമ്മൾ 51 എന്നുള്ളതിന് പകരം 15 എന്ന് എഴുതി കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെ വരുന്ന തെറ്റുകൾ. അതുപോലെ തന്നെ നോൺ റെസ്പോൺസ് എറേഴ്സ്, അതായത് പ്രതികരണമില്ലായ്മ കൊണ്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ